രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:5. രണ്ട് സംഖ്യയിൽ നിന്നും 9 കുറച്ചാൽ പുതിയ അംശബന്ധം 12:23 ആകും. സംഖ്യകൾ ഏവ? അപ്പോൾ ഈ രണ്ട് സംഖ്യകളുണ്ട്. അതിൻ്റെ ആദ്യത്തെ അംശബന്ധം 3:5 ആയിരുന്നു. പിന്നീട് ഈ രണ്ട് സംഖ്യയിൽ നിന്നും 9 കുറച്ചാൽ പുതിയ അംശബന്ധം എത്രയാവും? 12:23 ആകും. നമുക്ക് ഈ സംഖ്യകൾ, ഇത് സംഖ്യകളുടെ അംശബന്ധമാണ്. ആ സംഖ്യകൾ എത്രയെന്ന് കാണണം. നമുക്കിതിന്ന് ഒന്നാം സംഖ്യ 3x എന്നും രണ്ടാം സംഖ്യ 5x എന്ന് കൊടുക്കാം. അംശബന്ധം 3:5 ആണ്. അപ്പോൾ ഒന്നാം സംഖ്യ 3x, രണ്ടാം സംഖ്യ 5x. ഇനി എന്താ പറയുക? ഇതിന്ന് 2 9 കുറയ്ക്കുക. അപ്പോൾ ഇതെന്താവും? 3x - 9. അടുത്തത് 5x - 9. ഇപ്പോൾ രണ്ട് സംഖ്യകൾ എഴുതി 9 കുറച്ചിട്ട്. ആ സംഖ്യകളുടെ അംശബന്ധം കാണുക. 3x - 9 5x - 9 സമം പുതിയ അംശബന്ധം തന്നിട്ട് എത്രയാണ്? 12:23. നമുക്ക് ഇങ്ങനെ തരുമ്പോൾ, അതായത് സമത്തിൻ്റെ ഇടതുവശത്ത് ഒരു റേഷ്യോ, സമത്തിൻ്റെ വലതുവശത്ത് ഒരു റേഷ്യോ, അങ്ങനെ സമമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ അറ്റത്തെയും തമ്മിൽ ഗുണിക്കുക. ഈ അറ്റത്ത് എന്താണ്? 23 ഇൻറ്റു ഈ അറ്റത്തോ 3x - 9. അതായത് രണ്ടറ്റത്തെ ഗുണിച്ചു. സമമായിരിക്കും നടുവിലത്തെ രണ്ടും കൂടി ഗുണിച്ചാൽ. നടുവിലത്തെ ഏതൊക്കെയാണ്? ഇവിടെ എന്താ? 12, ഇവിടെ ഇൻറ്റു 5x - 9. നമുക്ക് 23 കൊണ്ട് 3x ഗുണിക്കണം, 23 കൊണ്ട് -9 ഗുണിക്കണം. 23 ഇൻറ്റു 3 69x. 23 ഇൻറ്റു -9 നെഗറ്റീവ് വരും. ഗുണിക്കുമ്പോൾ 9 3 27, ശിഷ്ടം 2, 9 2 18 2 20 207 സമം 12 ഇൻറ്റു 5x 60x, 12 ഇൻറ്റു -9 -108. നമുക്ക് x കാണണമെങ്കിൽ x ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? 69x. പോസിറ്റീവ് 60x കൊണ്ടുവരുമ്പോൾ -60x സമം ഇവിടെ എന്തുണ്ട്? -108. ഈ -207 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +207. 69x നിന്ന് 60x കുറച്ച 9x സമം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചിന്നിടുക. കുറയ്ക്കുമ്പോൾ 9 8 17, ശിഷ്ടം 1 1 0 1 9 10 99 എന്ന് വരും. 9x സമം 99. x കാണാൻ 99/9 11 9 99. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്? സംഖ്യകളാണ് കാണേണ്ടത്. എക്സിൻ്റെ വില 11 ആണെങ്കിൽ ഈ സംഖ്യകൾ വില കൊടുത്താൽ മതി. ഒന്നാം സംഖ്യ 3x ആണ്. അപ്പം 3 ഇൻറ്റു 11 33 ആദ്യത്തെ സംഖ്യ. രണ്ടാം സംഖ്യ 5x, 5 ഇൻറ്റു 11 55.